നേന്ത്രപ്പഴം കൊണ്ട് വെറും 10 മിനിറ്റിൽ നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് നല്ല കറുത്ത പഴം തന്നെയാണ്. അപ്പോൾ ഇത് പലർക്കും കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, പലരും കളയാറാണ് പതിവ്. അപ്പോൾ അതങ്ങനെ കളയേണ്ട ആവശ്യമില്ല, നമുക്കിതുപോലെ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പഴം അത്യാവശ്യം നല്ല മധുരമുള്ള പഴമാണ്, അതുകൊണ്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് മധുരം അധികമായി പോയി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടിയും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പഴം തന്നെ പഴുത്തത് കൊണ്ട് അത്യാവശ്യം വെള്ളത്തിൻ്റെ ആ ഒരു അംശം ഉണ്ടാകും. ഇനി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മളിത് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ്. അപ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. മൈദപ്പൊടിൻ്റെ അളവ് കറക്റ്റ് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ എണ്ണയിൽ നമുക്ക് കൈകൊണ്ട് നുള്ളിയിടാൻ പറ്റുന്ന വിധത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. അതിനനുസരിച്ചിട്ട് മൈദപ്പൊടി ചേർക്കുക. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ഇത് ചുട്ടെടുക്കാം. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് അല്ല ഞാനിത് ചുട്ടെടുക്കുന്നത്, സ്പൂൺ കൊണ്ട് തന്നെ നമുക്കിത് കോരിയിട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ആ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കൈ കൊണ്ട് ചെയ്തെടുക്കുന്നതാണെങ്കിൽ കയ്യിൽ പച്ചവെള്ളം ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾ പോലെ ആക്കിയിട്ട് ഒന്ന് നുള്ളിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമ്മളിത് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടാണ് എണ്ണയിൽ നിന്ന് മാറ്റി എടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളിത് വാങ്ങിയെടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്ക് എണ്ണ കുടിക്കൂല. അപ്പോൾ ഇത് നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഇതുപോലെ പഴം ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത്.